തട്ടുകടയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കിപ്പോ ഒരു ചായ കോർണർ വേണമെങ്കിൽ കാലിക്കറ്റിൽ ഒരു 100 ഉണ്ടാക്കാം. പേരൊക്കെ ചായക്കട പറഞ്ഞു. അതാണ് ഞാൻ നോക്കുന്നത്. തട്ടടയാണോ? അത് തട്ടുകടയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വലിയ ബ്രാൻഡുകള് അവർക്ക് ഹൈപ്പർ ലോക്കൽ കസ്റ്റമേഴ്സിനെ ബൾക്കായിട്ട് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പർ ലോക്കൽ താഴെ തട്ടിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് പേരകട വലിയൊരു റെസ്റ്റോറന്റ് ആണ്. പക്ഷെ ബീച്ചിൽ ചിലപ്പം പേരകണ്ട മൊത്തം റെസ്റ്റോറന്റിന്റെ അത്രയും ബിസിനസ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും. ഈ മൊത്തം ഒരു 10-50 ചെറിയ മിനി കിയോസ്കുകൾ ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ബിസിനസ്സിനെ അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പാർട്ടാണ്. അപ്പൊ അവർ ചെയ്യുന്ന വലിയ ബ്രാൻഡുകൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവർ ബ്രാൻഡ് എക്സ്റ്റൻഷൻസ് ചെയ്യും. അപ്പൊ ഇത് ചായ് കോർണർ എന്ന് പറഞ്ഞത് പേരകണ്ട ഒരു ബ്രാൻഡ് എക്സ്റ്റൻഷനാണ്. അപ്പോൾ ബ്രാൻഡ് എക്സ്റ്റൻഷന്റെ ഒരു ഫോർമാറ്റാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പേരകണ്ട. ഇപ്പൊ മക്ഡൊണാൾഡ്സിന്റെ മക്കഫെ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്കിപ്പോ ഒരു ചായ് കോർണർ വേണമെങ്കിൽ കാലിക്കറ്റിൽ ഒരു 100 ഉണ്ടാക്കാം. പക്ഷെ നേരെ മറിച്ചിട്ട് ചായ് കോർണർ പേരകണ്ട ചിലപ്പോൾ 100 ഈ മാർക്കറ്റിന് താങ്ങൂല. പക്ഷെ എന്നാലോ നമ്മൾ മൊത്തം പേരകൾ വന്നിട്ടാണ് ചായ കൊടുക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാർക്കറ്റ് അവർക്ക് അൺടാപ്പ് ചെയ്ത് കിടക്കും. അപ്പൊ ഈ അൺടാപ്ഡ് മാർക്കറ്റിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്ന രീതിയാണ് ഈ സബ് ബ്രാൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ അതിലൊരു ഉദാഹരണമാണ് ഇപ്പോൾ ചായോസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. അവർക്ക് ചായ അറ്റ് വർക്ക് എന്ന് പറഞ്ഞ ചെറിയ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ വർക്ക് സ്റ്റേഷനുകളിലൊക്കെ അവർ ചായ കൊടുക്കും. നേരെ മറിച്ച് ചായോസിന്റെ കോൺസെപ്റ്റ് ചിലപ്പോൾ 1 crore ആയിരിക്കും സെറ്റപ്പ് കോസ്റ്റ്. ഇത് 10 lakhs മതിയാവും. അപ്പോൾ കൂടുതൽ ഏരിയയിലേക്ക് വരാം. പക്ഷെ ഇതിൻ്റെ ഒരു വേറൊരു രസകരമായ ഭാഗം എന്ന് പറഞ്ഞാൽ വലിയ ബ്രാൻഡുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഐശ്വര്യയിലേക്ക് കസ്റ്റമേഴ്സിനെ വരെ പതുക്കെ അക്വയർ ചെയ്ത് തുടങ്ങും എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ താഴെ നിന്നുള്ള ബ്രാൻഡുകൾ മേലോട്ട് പോയില്ലേ മേലുള്ള ബ്രാൻഡുകൾ താഴോട്ട് വരും. അപ്പൊ നമുക്കൊരു ചായ കുടിച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാം, സംസാരിക്കാം. വെർട്ടിക്കൽ ബ്രാൻഡ് എക്സ്പാൻഷൻ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ടേമാണ്. കാരണം ഒരു ബ്രാൻഡിന് തന്നെ അവര് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് അവർക്ക് ബ്രാൻഡിന് എക്സ്പാൻഷൻ കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അമുലിനെ കുറിച്ച് പറയാണ്. അമുൽ ബേസിക്കലി അവരുടെ കോർ ബിസിനസ് എന്താ, അവരുടെ മിൽക്ക് ഡയറി പ്രൊഡക്ട്സ് ആണ്. അവര് ബാക്ക്വേർഡ് എക്സ്പാൻഷൻ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഫാമിങ് ചെയ്യാം, അതേപോലെ തന്നെ കൗവിനെ വളർത്തുന്ന പണികൾ ചെയ്യാം, അതല്ലെങ്കിൽ അതിനുള്ള ഫീൽഡ് ഡെവലപ്മെന്റുകൾ കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ ബാക്ക്വേർഡ് ചെയ്യാം. അതേപോലെ നമ്മൾ ഫോർവേഡിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഇതിന്റെ കിയോസ്കുകൾ ചെയ്യാൻ പറ്റും, ഇതിന്റെ അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റുകൾ ചെയ്യാൻ പറ്റും, അതിന് മറ്റു ഹൈപ്പർ മിൽക്ക് കൗണ്ടേഴ്സുകൾ സെറ്റ് ചെയ്യാം. അതേപോലെ നമ്മളിപ്പോൾ സ്റ്റാർബക്സ് പോലത്തെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോഫി കമ്പനി ആണെങ്കിൽ അവർക്ക് ബാക്ക്വേർഡ് വെർട്ടിക്കൽ എക്സ്പാൻഷനിലേക്ക് പോവുകയാണെങ്കിൽ കോഫി ബീൻ്റെ കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ പ്രൊഡക്ഷൻസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഹൈ എൻഡ് പ്രൊഡക്ട്സുകൾ വേറെ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന കിയോസ്കുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലേക്കും അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ എല്ലാ ബ്രാൻഡുകളും നമ്മൾ ഡയറക്ഷൻ തന്നെ മാറ്റുന്നതിന് പകരം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡ് എക്സ്റ്റൻഷൻ, അതേപോലെ തന്നെ ഫോർമാറ്റ് എക്സ്റ്റൻഷൻസ്, പിന്നെ വെർട്ടിക്കലായിട്ടുള്ള ഫോർവേഡോ അല്ലെങ്കിൽ ബാക്ക്വേർഡോ എക്സ്റ്റൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ കിച്ചണിൽ നിന്ന് കൂടുതൽ സാധനം വരിക, തോട്ട് പ്രോസസ്സിൽ ഒരുപാട് റീഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ വെർട്ടിക്കൽ എക്സ്പാൻഷൻസ് ഫോർവേഡും അതുപോലെ തന്നെ ബാക്ക്വേർഡും ഉണ്ടല്ലേ? ബാക്ക്വേർഡും ഉണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന കോർ ബിസിനസിന്റെ ബാക്ക് എൻഡിലേക്ക് പോകും. അതായത് ഐസ്ക്രീം കമ്പനികൾ, കേരളത്തിലെ പല ഐസ്ക്രീം കമ്പനികളെയും അവരുടെ പാക്കിങ്ങും പാക്കേജിങ്ങും ഒക്കെ വേറെ ബിസിനസ്സായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള മിൽക്ക് വേണമെങ്കിൽ അവർ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന രീതികളിലേക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അതൊക്കെ ബാക്ക്വേർഡാണ്. അതേ സാധനം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. മറ്റുള്ള ലൊക്കേഷനിൽ വെക്കുന്നതിന് പകരം സ്വന്തം കിയോസ്കുകൾ ഡെവലപ്പ് ചെയ്യാം, സ്വന്തം പാർലറുകൾ ഡെവലപ്പ് ചെയ്യാം, ഹോസ്പിറ്റൽസിലും മറ്റുമൊക്കെ ചില ഫെസിലിറ്റികൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഏത് ബ്രാൻഡുകൾക്കും അവരുടെ ഏരിയകളിൽ ഒരുപാട് എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഈ രീതിയിൽ വരുന്നുണ്ട്. വെർട്ടിക്കൽ എക്സ്പാൻഷൻ അപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാ ഇൻഡസ്ട്രീസും, ഫ്രം ദ റെസ്റ്റോറൻറ്റ്സ്, ഐസ്ക്രീം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചിപ്സിന്റെ കമ്പനിയുണ്ട്. അവർ ചിപ്സ് ഉണ്ടാക്കുന്നതിന് കൂടെ തന്നെ അതിനാവശ്യമായ ബനാന അവർ കൾട്ടിവേറ്റ് ചെയ്യാം.
അങ്ങനെ അപ്പോൾ ഇത് ആർക്കും ചെയ്യാവുന്ന സാധനമാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽസ്, ഇപ്പോൾ KKR പോലത്തെ വലിയ കമ്പനികൾ പിന്നെ ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളിൽ പൈസ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ള സർജിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ ഇടുന്നുണ്ട്. മെഡിസിൻ, ഇപ്പം നമ്മുടെ നാട്ടിലെ വലിയ ഒരുവിധം ഹോസ്പിറ്റൽസൊക്കെ അവരുടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന മെഡിസിൻസ് അവർ സ്വന്തം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അത് ഉള്ള ഫെസിലിറ്റികളിൽ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്നവരുണ്ട്, സ്വന്തം ഫെസിലിറ്റി ഉണ്ടാക്കി ചെയ്യിപ്പിക്കുന്നവരുണ്ട്. അത് എല്ലാ മേഖലയിലും ഈ വെർട്ടിക്കൽ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ പോസിബിൾ ആണ്. ഇപ്പോൾ ബ്രാൻഡ് എക്സ്റ്റൻഷൻ തന്നെ ഉദാഹരണം പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ വലിയ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, മാൾസിൽ വരെ അവരുടെ ചെറിയ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റികൾ അറേഞ്ച് ചെയ്തിട്ട് ഈ കസ്റ്റമർ അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ നഷ്ടപ്പെട്ടു പോകാവുമായിരുന്ന കസ്റ്റമർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെയുള്ള ഒരു ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇത് ഈ ഫോർമാറ്റുകളെല്ലാം ഇപ്പോൾ ഒരുവിധം ഓക്കെയാണ്, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് അതിന്റെ ചില സാധ്യതകൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം.